ഇന്ന് ഈസ്റ്റർ ദിനം. വേദനകളും സഹനങ്ങളെയും എല്ലാം തിരിച്ചുകൊണ്ട് ഈശോ ഉയർത്തെഴുന്നേറ്റ ദിവസം. ഡിസംബർ 13 ധീരജ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഈശോയിലേക്ക് എത്തിയിട്ട് ഇന്നേക്ക് 2 വർഷവും 4 മാസവുമായിരിക്കും. ധീരജ് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ആ നാട്ടിലെ. അവൻ്റെ മരണശേഷം ഞങ്ങൾക്ക് എപ്പോഴും ആത്മീയമായി ചിലൊരു പ്രചോദനമായിരുന്നു കിട്ടിയിരുന്നത്. പുറമേ ഒരുപാട് കാണാൻ പാകത്തിനുള്ള ഒരു പ്രാർത്ഥനാ ജീവിതമായിരുന്നില്ല ചേട്ടായിക്ക്. ജന്മം കൊണ്ട് ഞാൻ ചേട്ടനാണെങ്കിലും കർമ്മം കൊണ്ട് അവനാണ് ചേട്ടൻ. അപ്പം കൂടുതൽ ഞങ്ങളെ പള്ളിയിലുള്ള ഗ്രോട്ടോയിലാണ് കൊണ്ടുപോകാറ്. സ്വന്തം ശരീരം മുഴുവനും മനുഷ്യമക്കൾക്ക് വേണ്ടി നൽകിക്കൊണ്ടാണ് ക്രിസ്തു തൻ്റെ സ്നേഹം പ്രകടമാക്കിയത്. ആ ക്രിസ്തുവിനെ ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അത് ധീരജ് എന്ന് പറയുന്ന സുഹൃത്താണ്. ഫെബ്രുവരി 24 കരിക്കുറി തിരുനാൾ ദിവസം ഒരു വെളിപാട് പോലെ ധീരജ് തൻ്റെ ഫേസ്ബുക്കിൽ എങ്ങനെ കുറിച്ചിട്ടു: ഒരു നാൾ ഞാനും മരിക്കും, അന്ന് ഞാൻ ചെയ്ത നന്മകൾക്ക് വില കൽപ്പിക്കപ്പെടുകയുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു കരിക്കുറി തിരുനാൾ. 2022 ഡിസംബറിലാണ് ധീരജ് മരിക്കുന്നത്. അന്ന് ഞാനവിടെ വികാരിയായിരുന്നു. ഞാൻ ധീരജിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത വളരെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിൽ അത് യേശുവിൽ പ്രത്യാശ വെച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ജീവിച്ചു മുന്നോട്ട് പോയത്. കർത്താവിനെ ഏറ്റവും നല്ലവണ്ണം അറിയുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ച് യേശുവിനെ അറിയിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അതിന് ഈശോയിലെ വലിയൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയത്. തീർച്ചയായിട്ടും ആ പ്രത്യാശ തന്നെയാണ് അദ്ദേഹം ഏറ്റവും സന്തോഷവാനായി മുന്നോട്ട് പോകാനുണ്ടായിരുന്ന കാരണം. മറ്റു പല പാരൻസും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ധീരജ് എന്ന യുവാവ് അവനെ പോലെ ഒരു മകനെ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും പല മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയായിരുന്നു അവൻ്റേത്. ഇതാണ് കരാഞ്ചിറ എന്നൊരു നാട്ടിൻ പ്രദേശം. തോടുകളും പുഴകളും പാടങ്ങളും പള്ളിയും കൃഷിയും കർഷകരുമൊക്കെയുള്ള നന്മയുള്ളൊരു നാട്. അവൻ്റെ പ്രസവ സമയം ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ കുറച്ച് സീരിയസ് എന്ന് കേട്ടിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാരൻ അവിടെ ഇരുന്ന് വരാൻ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം ദൈവം സുഖമായി പ്രസവം നടത്തിയപ്പോൾ അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം കോഴിക്കോട് ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഈ ആസ്പത്രി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കേസ് രക്ഷപ്പെട്ടു പോകുന്നതാണ്. രണ്ടും കോഴി രക്ഷപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഭാഗ്യവാനാണെന്ന് പറഞ്ഞു. 2010-11 സമയത്താണെന്ന് തോന്നുന്നു. ക്രിസ്തുമസ് കഴിഞ്ഞ് പിറ്റേ ദിവസം അവനൊരു അസ്വസ്ഥത ഉണ്ടാവുകയും അവൻ തലതെറ്റി വീഴുകയൊക്കെ ചെയ്ത്. അങ്ങനെ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ പോയി അവൻ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ വീട്ടിൽ നിന്ന് ആരെയും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തൃശ്ശൂർ ഒരു ബേക്കറിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്നെ വിളിച്ചു, ചേട്ടാ നീ വരണം. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്നേക്ക് 1 മാസത്തിനുള്ളിൽ അവൻ്റെ ഹാർട്ടിൻ്റെ വാൽവ് മാറ്റി വയ്ക്കണം. കുഞ്ഞുനാൾ മുതലേ പലവിധ രോഗങ്ങളാൽ കടന്നുപോയതായിരുന്നു ധീരജിൻ്റെ കുട്ടിക്കാലം. 15-ാം വയസ്സ് മുതലാണ് ഹൃദയസംബന്ധമായ ചില അസ്വസ്ഥതകൾ ധീരജ് എന്ന യുവാവിൽ കണ്ടു തുടങ്ങിയത്. 2011 ഹൃദയസംബന്ധമായ അസ്വസ്ഥതകൾ കൂടിയപ്പോൾ വിദഗ്ധ ചികിത്സകൾക്ക് സത്യസായി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ധീരജിൻ്റെ ഹൃദയത്തിൻ്റെ വാൽവുകൾ മാറ്റിവെച്ചു. ബാംഗ്ലൂർക്ക് കൊണ്ടുപോയിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞത് അതേ പിന്നെ അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. 2013 മെയ് 19 ധീരജ് ജിഫ്ന വിവാഹം. ഒരിക്കലും ഒന്നിക്കാൻ സാധ്യതയില്ലാതിരുന്ന 2 കുടുംബങ്ങളെ
വല്യപ്പൻ്റെ ഇടപെടൽ മൂലം ദൈവം കണ്ടുമുട്ടാൻ ഇടവരുത്തുകയാണ്. 2013 ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചകളിൽ ധീരജിനെ കുറിച്ച് കേൾക്കാൻ ഇടവരികയും ഇങ്ങനെ ഹാർട്ട് പേഷ്യൻ്റായ ഒരു വ്യക്തി ഹൃദയവാൽവുകൾ മാറ്റിവെച്ച ധീരജ് എന്ന മകൻ കുടുംബജീവിതം ഒരുപാട് ആഗ്രഹിക്കുന്നുവെന്നും ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെന്നും അറിഞ്ഞപ്പോൾ മുതൽ ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന തുണ തന്നെയാണെന്ന് നമുക്കൊരു ബോധ്യം വരികയായിരുന്നു. കുടുംബജീവിതം വലിയൊരു സ്വപ്നമായിരുന്നു ചേട്ടായെ സംബന്ധിച്ച്. അപ്പനും അമ്മയും മക്കളും വീട് നിറച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നാൾ സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലൊരു അരൂപിയിൽ നിറഞ്ഞതായിരുന്നു. ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും ഭയങ്കര ശക്തമായ പ്രവർത്തനമായിരുന്നു. കരാന്തരൊക്കെ ജീസസ് യൂത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങൊരു അംഗീകാരം കിട്ടിയത് 2 തലങ്ങളിലാണ് ഞാൻ വിലയിരുത്തുക. ഒന്ന്, ഒരുപാട് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെയൊക്കെ പിടിച്ചു നിന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. തകർന്നു വീഴാമായിരുന്നു, പക്ഷെ വീണില്ല. പ്രതീക്ഷയോടുകൂടി മുന്നിലേക്ക് പോയി. ആ പ്രതീക്ഷ ധീരജിന് കിട്ടിയത് ജീസസ് യൂത്തിലുള്ള സജീവ പങ്കാളിത്തം കൊണ്ട് തന്നെയാണ്. ധീരജ് നല്ലൊരു കരിസ്മാറ്റിക് കൂട്ടുകാരനായിരുന്നു. കരിസ്മാറ്റിക് തലത്തിൽ ധീരജ് ഞങ്ങൾ ഇടവകകൾ തോറും പോവുകയും പ്രാർത്ഥന കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും എല്ലാ ഞായറാഴ്ചകളിലും ആ പ്രാർത്ഥന കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും അവരെ കൂടുതൽ എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവക കൂട്ടായ്മയിൽ ധീരജ് ഓരോ കുട്ടികൾക്കും വേണ്ടി മാതാവിൻ്റെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പള്ളിയുടെ റൗണ്ട് മുഴുവൻ നടന്ന് കൊന്ത ചെല്ലുകയും അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയോട് സംസാരിക്കുകയും അവനെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. മക്കളെ കൂട്ടി വൈകുന്നേരം പള്ളിയിൽ ഗ്രോട്ടോയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ കരുത്ത് ധീരജിൽ കാണാമായിരുന്നു. പിള്ളേരെയൊക്കെ സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടി ആയതുകൊണ്ട്, സ്കൂൾ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ കയറുമ്പോൾ എപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ധീരജിൻ്റെ നാവിലുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ നന്മ നിറഞ്ഞ മറിയമേ അളവില്ലാതെ എണ്ണമില്ലാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അവൻ ഒരു നല്ല ദൈവവിശ്വാസിയായിരുന്നു. പരിശുദ്ധ അമ്മയോട് നല്ല മാതൃഭക്തിയുടെ ദിവസവും കൊണ്ട് ചെല്ലുമായിരുന്നു. ത്യാഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. മണലൊക്കെ പേപ്പറിലിട്ടിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട് രാത്രികളിൽ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല, പിന്നീട് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ വളരെ ത്യാഗത്തിൽ പിന്നെ ഏത് അവസ്ഥയിലും പ്രാർത്ഥന ഗ്രൂപ്പും ജീസസ് യൂത്തും അങ്ങനെ കാര്യങ്ങൾക്കാണ് കൈകാര്യം ചെയ്തിരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ടാകുമ്പോൾ അവരൊക്കെ എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഗ്രൂപ്പിൽ വന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് അവരുടെ കുടുംബങ്ങളെ പോയി കാണുവാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുക്കണം, ആ കുടുംബങ്ങളെ സംരക്ഷിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് മുന്നിട്ടിറങ്ങാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. വിശുദ്ധ കുർബാനയിൽ അനുദിനം സംബന്ധിക്കാനായിട്ടുള്ള അവൻ്റെ താല്പര്യം ഞങ്ങൾക്കെല്ലാവർക്കും വലിയ പ്രചോദനമായിരുന്നു. സ്വന്തം ഇടവകയിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ, ജോലി സംബന്ധമായിട്ട് സാധിച്ചില്ലെങ്കിൽ, വൈകിട്ടായാണെങ്കിലും ഏത് സമയത്താണെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നല്ലൊരു ജസ്തുതായിരുന്നു അവൻ. പരിശുദ്ധാത്മാവുമായിട്ട് ഒരുപാട് അഭേദ്യമായ ബന്ധം ചേട്ടായിക്ക് ഉണ്ടായിരുന്നു. എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാനാണ് ചേട്ടായി പറയാറ്. എപ്പോഴും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നതും പരിശുദ്ധാത്മാവിനോടാണ്. നമ്മളോട് പോലും പറയാതെ പലപ്പോഴും ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കാറുണ്ട്. എന്നോട് പറഞ്ഞിട്ട് എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാറുള്ളൂ. പക്ഷേ തമ്പുരാനോടൊത്ത് ആയിരിക്കുന്ന സമയങ്ങളിലൊന്നും എന്നെ കൂട്ടുവിളിക്കാറില്ല.
പെട്ടെന്നായിരിക്കും തോന്നുക. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ പോയിരിക്കണം, ആരാധനയിലായിരിക്കണം, പ്രാർത്ഥിക്കുവാനും കുമ്പസാരിക്കുവാനും എല്ലാ മാസവും വിശുദ്ധ കുമ്പസാരം നടത്തുവാനൊക്കെയുള്ള അവസരം ചേട്ടായി കണ്ടെത്തിയിരുന്നു. അവൻ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച ശേഷമേ അത് തീരുമാനം എടുക്കുകയുള്ളൂ. ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ അത് അവൻ ആ തീരുമാനം മാറ്റുകയും വീണ്ടും പ്രാർത്ഥിച്ച് തീരുമാനം ലഭിച്ചതിന് ശേഷമേ അവൻ ആ കാര്യങ്ങൾ ചെയ്യുമായിരുന്നുള്ളൂ. ഒരു കുഞ്ഞിനെ പോലെ എപ്പോഴും ദൈവത്തോട് മനുഷ്യരോട് വർത്തമാനം പറയുന്നത് പോലെ, ഒരപ്പനോട് കുഞ്ഞ് വർത്തമാനം പറയുന്നത് പോലെ എപ്പോഴും ചേട്ടായി ദൈവത്തോട് എന്നെ സംസാരിക്കുമായിരുന്നു. എൻ്റെ തമ്പുരാൻ, എൻ്റെ തമ്പുരാൻ എന്നാണ് എപ്പോഴും പറയുക. ധീരജ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്, പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നൊരു വ്യക്തിയാണ്. ആ പ്രേരണയാണ്, ആ ഒരു പ്രതീക്ഷയാണ്, ഈശോയുള്ള വലിയ പ്രതീക്ഷയാണ് അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോയത്. ആ പ്രതീക്ഷയോടുകൂടിയായിരുന്നു അദ്ദേഹം മുന്നോട്ട്. കുടുംബത്തിലായിരുന്നാലും വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹം അവരോട് ഇടപഴകി അവരെ ഏറ്റവും നല്ല സന്തോഷിപ്പിച്ചുകൊണ്ടായിരുന്നു ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം തൻ്റെ ജീവിതം ജീവിച്ചു തീർത്തത്. ആർക്കും അസൂയ തോന്നാവുന്നതും മാതൃകാപരമെന്നൊക്കെ എല്ലാവരും പറയുന്നതുമായൊരു സന്തുഷ്ട ജീവിതമായിരുന്നു ഞങ്ങളുടേത്. ഓരോ ദിവസവും ഓരോ വർഷം പോലെയാണ് ഞങ്ങൾ. അത്രയ്ക്കും പ്രിയപ്പെട്ട നിമിഷങ്ങളായിരുന്നു ചേട്ടായുടെ ഒപ്പം ഉണ്ടായിരുന്നത്. 9 വർഷവും 7 മാസമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത്. പക്ഷെ സത്യത്തിൽ ആലോചിക്കുമ്പോൾ അതൊരു 9 ജന്മത്തെ സ്നേഹം ഞങ്ങൾക്ക് ചേട്ടായി തന്നിട്ടുണ്ട്. അപ്പൻ നല്ലോണം ഞങ്ങളോട് കളിപ്പിക്കും. അവിടെ മുകളിൽ അപ്പൻ്റെ കൂടെ കിടക്കാൻ പോകുമ്പോൾ കുറച്ചേരം കളിക്കും. പിന്നെ വെക്കേഷന് സ്കൂൾ പൂട്ടുമ്പോൾ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ മലയിലൊക്കെ കളിപ്പിക്കാൻ കൊണ്ടുപോകും. ഒഴിവ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു ദിവസം ഒഴിവ് കിട്ടുമ്പോൾ അപ്പം കൊണ്ടുപോകും കടലിൽ, സ്നേഹതീരത്തിൽ. കുറച്ച് നേരം കളിച്ചിട്ട് പോരും. അവർ ചെറുപ്പത്തിലെ അവരുടെ ഹൃദയത്തിലേക്ക് കേട്ടതൊന്നും മറക്കില്ല എന്നാണ് ചേട്ടായി പറയുക. അപ്പോൾ കുഞ്ഞു മനസ്സിലെ അവരുടെ ഉള്ളിൽ എപ്പോഴും ദൈവസ്നേഹം പകർന്നു കൊടുത്തിരുന്നു. അവർ ഉദരത്തിലായിരിക്കുന്ന സമയത്തും കുരിശ് വരച്ച് വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കൂടുതൽ അപ്പൻ ആദ്യം പഠിപ്പിച്ചത് സിംഹകുട്ടികളെ കിട്ടാതെ വിഷ്ണുവിലേക്ക, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനങ്ങൾ 34:10. ഇതാണ് അപ്പൻ എന്നും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാറുള്ളത്. എപ്പോഴും ദേവാലയങ്ങളിൽ കുഞ്ഞുമക്കളോട് ഒത്തു പോകുമ്പോൾ ചേട്ടായി പറയാറുള്ള 3 കാര്യങ്ങൾ, പ്രാർത്ഥിക്കാനായിട്ട് പറയാറുള്ള 3 കാര്യങ്ങളായിരുന്നു. ഒന്നെപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. കുഞ്ഞുമക്കൾ വേറൊന്നും പ്രാർത്ഥിക്കേണ്ട, ഭൗതികമായ കാര്യങ്ങൾക്കൊന്നും വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട. കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ എപ്പോഴും വിശുദ്ധിയിൽ നമുക്ക് മരണം വരെ വിശ്വസ്തതയിലും സ്നേഹത്തിലും മരണം വരെ ആയിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ കുടുംബത്തിലെല്ലാവരും പരസ്പരം സ്നേഹവും സന്തോഷവും ഒക്കെ ആയിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെയായിരുന്നു ചേട്ടായുടെ ആത്മീയമായിട്ടുള്ള സ്വപ്നങ്ങൾ. മാതൃകാപരമായിട്ടുള്ളൊരു ജീവിതം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥനയുടെ തലത്തിലായിരുന്നാലും സാമൂഹിക തലങ്ങളിൽ നിലപാടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അവൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലായാലും അവൻ്റെ ആത്മീയ ജീവിതത്തിലായാലും എപ്പോഴും ഒരു ദൈവിക കാര്യത്തിലല്ലാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അവൻ ഇടപെടാൻ കൂട്ടാക്കാറില്ല. രണ്ടായിരത്തി 2015-2020 കാലഘട്ടം കാട്ടൂർ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് വാർഡ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് ധീരജ് എന്ന നേതാവ് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. രാഷ്ട്രീയ കാര്യത്തിൽ ഞാൻ ഇലക്ഷന് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയമായിരുന്നു. കാരണം അത് ആത്മീയമായിട്ട് നശിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അത് ഈശോയുടെ നാമത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെയാണ്. അത് രാഷ്ട്രീയമായിട്ട് വലിയ പ്രവർത്തനമായിരുന്നു നാട്ടിൽ. വീട്ടിലെ പ്രവർത്തനങ്ങൾക്ക് മുടക്കം കൂടാതെ കണ്ട് തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഏതെങ്കിലും ആവശ്യം രാത്രിയിലൊക്കെ
കാച്ചൂതിയ മരം വീണ് അങ്ങനെയൊക്കെ ഈ സമയത്ത് ഇവന് വിളി വന്നേക്കും പോയി കാര്യങ്ങൾ നടത്തി കൊടുക്കുക. എല്ലാ ആൾക്കാർക്കും വേണ്ട കാര്യങ്ങൾ നടത്തി കൊടുക്കുക. രാത്രിയും പകലും മഴയും കാറ്റൊന്നും വയ്ക്കാതെ പോയിരുന്നു. ആദ്യമൊന്നും നമുക്ക് അവൻ്റെ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. പിന്നെയാണ് ആ ഒരു വ്യക്തിയുടെ അവൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കിയത്. ഞാനത് മനസ്സിലാക്കിയതെന്നുണ്ടെങ്കിൽ ആ മരിച്ചതിന് ശേഷമാണ്. സാധാരണ നിലയിൽ സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ കുടുംബജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേരിടാറുണ്ട്. പക്ഷേ ധീരജിനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഒരേപോലെ തന്നെ വിളങ്ങി നിന്നിരുന്ന ഒരു പ്രത്യേക ശോഭയായിരുന്നു. കാരണം ദൈവസ്നേഹത്തോടൊപ്പം തന്നെ പരസ്നേഹവും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഒക്കെ പ്രീതി ഒരേ സമയത്ത് നേടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഡിസംബർ 13 ധീരജ് എന്ന കുടുംബനാഥൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു. എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചേട്ടായി. ഇന്ന് സ്വർഗത്തിലെ നിക്ഷേപത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഓർക്കുകയും ചിന്തിച്ചെടുക്കുകയും ആത്മസംതൃപ്തിയോടുകൂടി കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അവസാനത്തെ നാളുകളിലാണ് ഞാനിപ്പോൾ ഓർത്തെടുക്കുന്നത്. ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ ചേട്ടായിക്ക് വലിയ അനുഗ്രഹത്തിൻ്റെ മാസങ്ങളായിരുന്നു. എപ്പോഴും അനുഗ്രഹങ്ങൾ കാത്തും അല്ലെങ്കിൽ അപകടങ്ങൾ സഹനങ്ങൾ കാത്തും ഒക്കെ ചേട്ടായി ഇരിക്കുന്ന ഒരു മാസമായിരുന്നു ഒക്ടോബർ മാസം. സെപ്റ്റംബർ മാസം ആകുമ്പോഴേ പറയും, ജിഫു ഒക്ടോബർ മാസം വരാൻ പോകുന്നുണ്ട് കേട്ടോ, മാതാവ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് തരാൻ പോണത്, അല്ലെങ്കിൽ എന്തൊക്കെ സഹനങ്ങളാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകണമെന്ന് നോക്കിക്കോ, അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ 2022 ഒക്ടോബർ മാസത്തിലാണ് ചേട്ടായിക്ക് വയ്യായികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഒരു സഹനം ഒക്ടോബർ മാസത്തിൽ വന്നത്. പക്ഷെ അത് എത്രത്തോളം എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. മരണത്തോളം എത്തുന്ന ഒരു സഹനമായിരിക്കും അതെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. ആ സമയങ്ങളിൽ ചേട്ടായിയുടെ നെഞ്ചത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ കാരണം അലർജി ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ കഴുത്തിൽ കൊന്തയും വെന്തിങ്കോ ഒന്നും ധരിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. എപ്പോഴും ചൊറിച്ചിൽ അനുഭവപ്പെടുമായിരുന്നു. അപ്പോൾ ഒക്ടോബർ മാസം ചേട്ടായി പറഞ്ഞു, ഞാനിനി ഈ വെന്തിങ്ങ ഊരില്ല. മരണത്തിന് 7 ദിവസം മുൻപ് മാതാവ് മരിക്കുന്ന വിശ്വസിക്കുന്ന വ്യക്തിക്ക് ദർശനം നൽകുമെന്നാണ് മാതാവ് സന്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിനി ഈ വെന്തിങ്ങം കഴുത്തി നൂരില്ല എന്ന് ചേട്ടായി പറഞ്ഞു. അങ്ങനെ തന്നെ അവസാന നിമിഷം ബോധം പോകുന്നതിന് മുൻപ് നവംബർ 6-7 തീയതി ഇതുപോലെ പെട്ടെന്ന് വയ്യായിക കൂടുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പലതവണ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയതാണ്. ഇനി എങ്ങോട്ട് പോകും എന്നറിയാതെ ചേട്ടായിട്ട് ചോദിക്കുമ്പോൾ ഇവിടം വിട്ട് നമ്മുടെ നാട് വിട്ട് പോകാൻ ചേട്ടായിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളെ പിരിയാനുള്ള വിഷമം കാരണം അടുത്ത ഹോസ്പിറ്റലിലാണെങ്കിൽ എപ്പോഴും കുഞ്ഞുങ്ങളെ കാണാമല്ലോ. അപ്പോൾ ദൂരേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റില്ല എന്നൊരു വിഷമമുള്ളത് കാരണം ഞങ്ങളെപ്പോഴും ഇവിടെ തന്നെയാണ് കാണിച്ചിരുന്നത്, മിഷൻ ഹോസ്പിറ്റലിൽ. പലരും എന്നോട് പറഞ്ഞു, നീ ഒരു നിയോഗം വെച്ച് ധീരജിന് വേണ്ടി പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും ഇവൻ്റെ രോഗം മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായിട്ട് ചോദിക്കാതെ നമ്മളൊന്നും ചെയ്യാറില്ലാത്തത് കൊണ്ട് തന്നെ ചേട്ടായിട്ട് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത് ചേട്ടാ, എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കും നിയോഗം വെച്ച് അതിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, വേണ്ട, ഈ സഹനം ദൈവം എനിക്ക് അനുവദിച്ച് തന്നതാണ്, ഇതെനിക്ക് മാറിപ്പോകണ്ട, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അത്ഭുതങ്ങൾക്ക് പുറകെ പോവുകയും വേണ്ട. നമ്മുടെ ആവശ്യനേരങ്ങളിൽ നമ്മെ സഹായിക്കാൻ ദൈവം ഒരുപാട് മാലാഖമാരെ തരും, അത് നീ കാണും. നമുക്കത് വിവാഹം എന്ന കൂദാശയിൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ധാരാളം സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യനേരത്ത് തരുമെന്നുള്ളത് നമ്മൾ ഒരുമിച്ച് കേട്ടിട്ടുള്ള വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ. അത് നീ ഇനി ജീവിതത്തിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നോട് പറഞ്ഞു. അത് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കോരിത്തിരിക്കണം. ആ നിമിഷം ചേട്ടായി പറഞ്ഞ ആ സമയത്ത് ഇതൊക്കെ എത്രയോ സത്യമായിരുന്നു എന്ന് ഓർക്കുമ്പോൾ
അതിനുശേഷം പിന്നീട് അങ്ങനെ സംസാരിക്കാനായിട്ട് ഇട വന്നില്ല. പിന്നെ തന്നെ ബോധം പോവുകയും വേഗം തന്നെ സെൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുപോവുകയും അവിടെ തലച്ചോറിൽ ബ്ലീഡിങ് ആണ്, വേഗം അപ്പോളയിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അവസാനം എന്നോട് പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ ഇപ്പോഴും അത് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അയക്കുന്ന മാലാഖമാരെ ഞാനിങ്ങനെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധീരജ് സ്വർഗത്തിലിരുന്ന് അയക്കുന്നതാണെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് മരണാവശ്യത്തിൻ്റെ ആ വേളയിൽ സമീപകാലങ്ങളിലൊന്നും ഇല്ലാത്ത ആളുകൾ ആ മരണാവശ്യത്തിൽ പങ്കെടുക്കാനുണ്ടായതിൻ്റെ വലിയൊരു തെളിവായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. അദ്ദേഹം ശരിക്ക് അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണെന്നുള്ളത് വലിയൊരു തെളിവായിട്ട് അന്നത്തെ ജനാവലിയെക്കുറിച്ച് വിലയിരുത്താനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു എങ്ങനെയാണ് തൻ്റെ ദൈവമക്കളെ സ്നേഹിച്ചത്? തൻ്റെ ശരീരവും രക്തവും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് വാങ്ങി കുടിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിച്ചവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ പോലെ സ്വന്തം ജീവിതം ധീരജ് തൻ്റെ മരണത്തിലൂടെ തൻ്റെ കണ്ണുകളും തൻ്റെ കിഡ്നിയും കരളും ഈ മനുഷ്യമക്കൾ ഒരുവന് നൽകിക്കൊണ്ട് തൻ്റെ സ്നേഹം പ്രകടമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. തൻ്റെ ശരീരം മുഴുവനും ഈ ഭൂമിയിലെ മനുഷ്യമക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച ക്രിസ്തുവിനെ പോലെ ധീരജും തൻ്റെ ശരീരത്തിലെ ഭാഗങ്ങൾ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധീരജ് എന്ന് പറയുന്ന വ്യക്തിത്വം യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാശയുടെ സഹയാത്രികനാണ്. എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു ചിന്ത എന്ന് പറയുന്നത്, ദൈവം എന്നെ ഏൽപ്പിച്ചിരുന്ന ഒരാത്മാവിനെ, തൻ്റെ പ്രിയപ്പെട്ട മകനെ നോക്കാൻ ഏൽപ്പിച്ച ഒരാത്മാവായിരുന്നു ഞാൻ എന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോഴും. ആ ഒരു ദൗത്യം, ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം സന്തോഷത്തോടെ ആത്മാർത്ഥതയോടുകൂടി പൂർത്തിയാക്കി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ജന്മസാഫല്യം എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെ കുടുംബം, അപ്പച്ചനും അമ്മച്ചിയും 4 കുഞ്ഞുമക്കളും സഹോദരൻ സൂരജും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബം. ഞാൻ മൂർക്കനാട് ഹൈസ്കൂൾ ഓഫീസ് സ്റ്റാഫായി ജോലി ചെയ്യുന്നു. ഇന്നും ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ആത്മസന്തോഷത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നു.